Good morning. Activity 2, Making Announcements. ഈ ഒരു ചാപ്റ്ററിൽ നമുക്കറിയാം അനൗൺസ്മെൻറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇവരുടെ ഫൈറ്റ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഏറ്റവും തുടക്കത്തിൽ there was an announcement. ഇവരുടെ പ്രത്യേകതകൾ എല്ലാവരെയും ഈ ഒരു മത്സരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവരുടെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് അവരുടെ ഹൈറ്റ്, വെയ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊണ്ടിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു അത്. ഓക്കെ, ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ ഫോളോയിങ് അനൗൺസ്മെൻറ്റ് വാസ് മെയ്ഡ് ബൈ ദ അനൗൺസർ ബിഫോർ ദ കോമ്പറ്റീഷൻ ബിഗാൻ. ഈ താഴെ നൽകിയിരിക്കുന്നത് നമ്മുടെ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ അനൗൺസർ നൽകിയിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അനൗൺസ്മെൻറ്റ്. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, നൗ ഈസ് ദ മൊമെൻറ്റ് വി ഹാവ് ഓൾ ബീൻ വെയിറ്റിംഗ് ഫോർ. The main event between two fine young Puerto Rican fighters. ഇത് നമ്മളവിടെ വായിച്ച കഥയിൽ വായിച്ചിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആണ്. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, നൗ ഈസ് ദ മൊമെൻറ്റ് വി ഹാവ് ഓൾ ബീൻ വെയിറ്റിംഗ് ഫോർ. നമ്മൾ കാത്തിരുന്ന നിമിഷം വന്നെത്തിയിരിക്കുന്നു. ദ മെയിൻ ഈവൻറ്റ് ബിറ്റ്വീൻ ടു ഫൈൻ യങ് പോർട്ടോറിക്കൻ ഫൈറ്റേഴ്സ്. എന്താണ് ആ നിമിഷം? രണ്ട് പോർട്ടോറിക്കൻ ഫൈറ്റേഴ്സ് തമ്മിലുള്ള, ചെറുപ്പക്കാരായ പോർട്ടോറിക്കൻ ഫൈറ്റേഴ്സ് തമ്മിലുള്ള ഈ ഒരു പ്രധാനപ്പെട്ട ഈവൻ്റ് നമുക്ക് മുമ്പിൽ വന്നിരിക്കുകയാണ്. ഇനി താഴെയാണ് ചോദ്യം. ഇമാജിൻ യുവർ സെൽഫ് ടു ബി ദ അനൗൺസർ ഓഫ് ദ സ്പോർട്സ് ഡേ ഇൻ യുവർ സ്കൂൾ. You just imagine yourself to be the announcer of the sports day in your school. നിങ്ങളുടെ സ്കൂളിലെ സ്പോർട്സ് ഡേയുടെ അനൗൺസർ നിങ്ങളാണെന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. Write the script of the announcement that you would make for any one event. Write the script of the announcement. അനൗൺസ്മെൻറ്റിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക, അനൗൺസ്മെൻറ്റ് തയ്യാറാക്കുക. ദാറ്റ് യു വുഡ് മേക്ക് ഫോർ എനി വൺ ഈവൻറ്റ്. സ്പോർട്സിലെ ഏതെങ്കിലും ഒരു ഈവൻറ്റിന് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു അനൗൺസ്മെൻറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. സി, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ക്യാൻ എക്സ്പെക്റ്റ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ് ഇൻ ദിസ് ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ചോദ്യം you can expect for your final examination. ഓക്കെ, കൊല്ലപരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഞാനിതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി തരുന്നുണ്ട് നിങ്ങൾക്ക്. PDF ആയിട്ട് ഏത് അനൗൺസ്മെൻറ്റ് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡൽ ഉണ്ടാക്കി തരുന്നുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ്, ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു റൈറ്റ് ആൻ അനൗൺസ്മെൻറ്റ്. നിങ്ങളുടെ അഭിപ്രായത്തിലുള്ളൊരു അനൗൺസ്മെൻ്റാണ് അത്. ഇതാണ് ഇന്നത്തെ ഫോളോ അപ്പ് ആക്ടിവിറ്റി. ഒരു അനൗൺസ്മെൻറ്റ് തയ്യാറാക്കുക. ഓട്ടമത്സരമോ അല്ലെങ്കിൽ ഹൈ ജമ്പ്, ലോങ് ജമ്പ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ട്രാക്കിൽ 15 ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, 100 മീറ്റർ മത്സരം ആരംഭിക്കുകയാണ്. ട്രാക്കിൽ ആവേശമായ പോരാട്ടം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം? ഇംഗ്ലീഷിലാണ് കേട്ടോ അനൗൺസ്മെൻറ്റ് തയ്യാറാക്കണം. നിങ്ങൾക്ക് അറിയുന്ന ഇംഗ്ലീഷ് വെച്ച് തയ്യാറാക്കിക്കോ. ഞാനിതിൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് തരും. ഓക്കെ, PDF ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും. ദെൻ ആക്ടിവിറ്റി 3, ന്യൂസ് പേപ്പർ. ഓക്കെ, Activity 3, a newspaper report. ഇതും പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ട, ഇതിൻ്റെ ഫോർമാറ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്.
Imagine that you are a newspaper reporter and you witness the contest between the Amigo brothers and note down the points which you would like to include in your report. Okay. Imagine, നിങ്ങൾ സങ്കല്പിക്കണം that you are a newspaper reporter. നിങ്ങളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടറാണ് എന്ന് സങ്കല്പിക്കുക. ആൻഡ് യു വിറ്റ്നസ്, നിങ്ങൾ സാക്ഷ്യം വഹിച്ചു ദ കോണ്ടസ്റ്റ് ബിറ്റ്വീൻ, മത്സരം ബിറ്റ്വീൻ അമിഗോ ബ്രദേഴ്സ്, ഈ അമിഗോ ബ്രദേഴ്സ് തമ്മിലുള്ള മത്സരം നിങ്ങൾ സാക്ഷ്യം വഹിച്ചു. ആൻഡ് നോട്ട് ഡൗൺ, എന്നിട്ട് എഴുതിയെടുക്കുക ദ പോയിൻറ്റുകൾ വിച്ച് യു വുഡ് ലൈക്ക് ടു ഇൻക്ലൂഡ് ഇൻ യുവർ റിപ്പോർട്ട്, നിങ്ങളുടെ റിപ്പോർട്ടിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പോയിൻറ്റുകൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. താഴെ നോക്കിയേ, കുറച്ച് പോയിൻറ്റ്സ് അവർ എഴുതിയിട്ടുണ്ട്, ബാക്കി നമ്മൾ ആഡ് ചെയ്യാനാണ് പറയുന്നത്. ഏറ്റവും ആദ്യം ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് നമ്മൾ എഴുതാൻ നമുക്കുണ്ടാവുക എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് താഴെ തന്നിട്ടുള്ളത്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുന്നതിന് കൃത്യമായൊരു ഫോർമാറ്റ് ഉണ്ട്. അതിലെന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്നൊരു ഫോർമാറ്റ് ഉണ്ട്. ഞാൻ അതും നിങ്ങൾക്ക് നൽകും. അതൊരു പക്ഷേ വീഡിയോ ക്ലാസ് ആയിരിക്കും മിക്കവാറും. ഇങ്ങനെ സ്ലൈഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ സ്ക്രീൻ റെക്കോർഡറിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സാണ്. അപ്പോൾ അതിനുള്ളൊരു വെയിറ്റിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ നമ്മൾ തയ്യാറാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കേ. ഒന്ന്, വെന്യൂ എന്ന് പറഞ്ഞാൽ സ്ഥലം എവിടെയാണ്. അപ്പം ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പം ആ സംഭവം എവിടെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ? ഇവിടുത്തെ കേസിലാണെങ്കിൽ ഇറ്റ്സ് ടോംകിൻസ് സ്ക്വയർ പാർക്ക്. ടോംകിൻസ് സ്ക്വയർ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇനി ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ തന്നെ ഒരു സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പം അതിൻ്റെ ടൈം എപ്പോഴാണ് അത് നടക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടുത്തെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് ആഫ്റ്റർനൂൺ. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രാവിലെ തന്നെ ആളുകൾ വന്ന്, അതുപോലെ തന്നെ ബീഹൈവ് ഓഫ് ആക്ടിവിറ്റി, ഒരു കൂട്ടം ഭയങ്കരമായിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ സമയവുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് ഈ കഥയിൽ നിന്നും കിട്ടുന്നുണ്ട്. സോ ദ ടൈം വാസ് ആഫ്റ്റർനൂൺ. ഇനി കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മത്സരാർത്ഥികൾ. ഈ ഒരു മത്സരത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, വേണ്ടേ? ചുവന്ന ഷർട്ടിട്ടവനും നീല ഷർട്ടിട്ടവനും തമ്മിൽ മത്സരം നടന്നു എന്നൊന്നും പത്രത്തിലുണ്ടാവില്ല. അതാരാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വാഗാസ്. പിന്നെ ഇനി അവിടെ ആ ഒരു സ്ഥലത്ത്, ഫൈറ്റ് നടക്കുന്ന സ്ഥലത്ത് അവിടെ നടന്നിട്ടുള്ള ചെറിയ ചെറിയ ഈവൻറ്റുകളടക്കം അവിടെ ചുരുക്കി പത്രത്തിൽ വരും. പാർക്ക് ബിഗിൻസ് ടു ഫിൽ അപ്പ് ഈവൺ ഏർലിയർ. ടോംകിൻസ് സ്ക്വയർ പാർക്കിനെ കുറിച്ചാണ് പറയുന്നത്. ബിഗിൻസ് എന്ന് പറഞ്ഞാൽ തുടങ്ങി, ആരംഭിച്ചു. ടു ഫില്ലപ്പ് നിറയാൻ ആരംഭിച്ചു. ഈവൺ ഏർലിയർ വളരെ നേരത്തെ പോലും ടോംകിൻസ് സ്ക്വയർ പാർക്ക് നിറയാൻ തുടങ്ങി. ഫൈറ്റേഴ്സ് എൻറ്റർ. ഇനി അടുത്ത സംഭവം എന്താ? ഫൈറ്റേഴ്സ് എൻറ്റർ. ഫൈറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? പ്രവേശിക്കുന്നു. ക്രൗഡ് എക്സ്പ്ലോഡ്സ് വിത്ത് എ റോർ. ആളുകൾ അലറി പൊട്ടിത്തെറിക്കുന്നു, അല്ലേ? ഇനി അടുത്ത ഈവൻറ്റ് ആയിട്ട് നമുക്ക് എഴുതാം ഫെലിക്സ് ബിഗാൻ ദ ഫൈറ്റ്, അല്ലെങ്കിൽ ഫെലിക്സ് റെസ്റ്റ് ടു അന്റോണിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ ഓരോ അടിക്കുന്ന രംഗങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതാം. അതുപോലെ രണ്ടുപേരും നിർത്താതെ അടിച്ചതും തുടങ്ങിയിട്ടുള്ള അവസാനം ഇവർ കൈകൾ കോർത്ത് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പോയിൻറ്റ്സ് ആയിട്ട് എഴുതേണ്ടത്. ഇതിൻ്റെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നിങ്ങൾക്ക് ഞാൻ നൽകും, PDF ആയിട്ട് തരാം. നൗ പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ടു ബി മെയിൽഡ് ടു യുവർ എഡിറ്റർ. നിങ്ങളുടെ ന്യൂസ് എഡിറ്റർക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി, അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്
ഉള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് ഇത് വെച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ നിങ്ങൾക്ക് തരാം. ഇത് നിങ്ങൾ എഴുതേണ്ടതില്ല. അപ്പോൾ ഇന്നത്തെ ഫോളോ അപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അനൗൺസ്മെൻറ്റ് തയ്യാറാക്കാനാണ്. നിങ്ങളുടെ സ്കൂളിൽ ഒരു സ്പോർട്സ് ഈവൻ്റ് നടക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് തയ്യാറാക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യം. താങ്ക് യു.